ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഐഫർ എഡ്യൂക്കേഷൻ. സോ ഇന്നത്തെ ഫാസ്റ്റ് ട്രാക്കിൽ നമ്മൾ ചീഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഗവർണേഴ്സിലെ 5 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം അല്ലേ. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹു ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഹിമാചൽ പ്രദേശ്? ഓപ്ഷൻ എ ഭഗ്വന്ത് സിംഗ് മാൻ, ബി മനോഹർ ലാൽ ഖട്ടർ, സി പുഷ്കർ സിംഗ് ധാമി, ഡി സുഖ്വീന്ദർ സിംഗ് സുക്കു. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? സോ ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആരാ? സോ ഇതിന്റെ കറക്റ്റ് ആൻസർ സുഖ്വീന്ദർ സിംഗ് സുക്കു ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് പഞ്ചാബ്? ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് ബൻവരിലാൽ പുരോഹിത്, ബി എന്ന് പറഞ്ഞത് ബണ്ടറു ദത്തത്രേയ, സി മനോഹർ ലാൽ ഖട്ടർ, ഡി എന്ന് പറഞ്ഞത് ശിവപ്രതാപ് ശുക്ല. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താ? പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ ആരാ? ബൻവരിലാൽ പുരോഹിത് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു ഇസ് ദ ഗവർണർ ഓഫ് ഹരിയാന? ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബൻവരിലാൽ പുരോഹിത് ആണ്, ബി എന്ന് പറയുന്നത് എന്താണ് ദാന്തരു ദത്തത്രേയ ആണ്, സി എന്ന് പറയുന്നത് മനോഹർ ലാൽ ഖത്തർ, ഡി എന്ന് പറയുന്നത് ശിവപ്രതാപ് ശുക്ലയാണ്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാ? സോ ഓപ്ഷൻ ബി ആരാണ്? ദാന്തരു ദത്തത്രേയ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് വെസ്റ്റ് ബംഗാൾ? എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടുള്ള പേരായിരിക്കും ചിലപ്പം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് മമതാ ബാനർജി, ബി എന്ന് പറയുന്നത് ഭജൻലാൽ ശർമ്മ, സി എന്ന് പറയുന്നത് മനോഹർ ലാൽ ഖട്ടർ, ഡി എന്ന് പറയുന്നത് ശിവപ്രതാപ് ശുക്ലയാണ്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? സോ ഒബ്വിയസ്ലി ഏതാണ്? ഓപ്ഷൻ എ മമതാ ബാനർജി ആണ് കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു ഇസ് ദ ഗവർണർ ഓഫ് വെസ്റ്റ് ബംഗാൾ? ചീഫ് മിനിസ്റ്റർ ആരാണ്? മമതാ ബാനർജി ആണ്. ഗവർണർ ആരാണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് തവർ ചന്ദ് ഗെഹ്ലറ്റ്, ബി എന്ന് പറയുന്നത് ആർ എൻ രവി, സി എന്ന് പറയുന്നത് സി വി അനന്തബോസ്, ഡി എന്ന് പറയുന്നത് ശിവപ്രതാപ് ശുക്ല. ഏതാണ്? ഓപ്ഷൻ സി സി വി അനന്തബോസ് ആണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. എന്തെങ്കിലും ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കോഡ് വായൊക്കെ എന്താ ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.